രേണു, ഈ ചെരുപ്പിനും കാറിനുമുള്ള ആരാധകർ കൂടിക്കൂടി വരുവാണോ? അതെ, തീർച്ചയായിട്ടും കൂടിക്കൂടി വരുവാണ്. പത്തരമാറ്റ് നിനക്ക് ഏകും. എല്ലാരും കൂടി ഏതാണ്ട് താമസിക്കാതെ തന്നെ പത്തരമാറ്റ് നൽകുന്ന ലക്ഷണമാ. പൊന്നെ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറയുന്നു, ഞാൻ വിധവയാണെന്ന് പറയുന്നു, ലോകത്തുള്ള എല്ലാ വിധവകളെ ഞാൻ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. എന്തൊക്കെ പുകിലായിരുന്നു. എന്നാൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് തുടങ്ങി 199 രൂപ, 140 രൂപ, 40 രൂപ എന്ന റേഞ്ചിലൊക്കെ വെച്ച് ഒരു റേറ്റ് അങ്ങോട്ട് ഒടുവിൽ ഫിക്സ് ചെയ്തു 189 രൂപ. ഇത് വെച്ചുകൊണ്ട് പുള്ളിക്കാരി കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്കറിയാമോ? ഇവിടെ പലരും വന്നിട്ട് പറയുന്നുണ്ട്, അവരെന്തെങ്കിലും കാണിച്ചോട്ട് ജീവിച്ചോട്ടെ, അവരത് ചെയ്തോട്ടെ, അവർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അവളെ വിറ്റ് കാശുണ്ടാക്കുകയില്ലയോ എന്ന രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് അറിയണം, ഈ പറയുന്ന ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, കയറിക്കിടക്കാൻ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവർക്ക് വീട് വരെ കിട്ടി, അവരെ തെറി വിളിച്ച്, സ്ഥലം കൊടുത്തവരെ തെറി വിളിച്ച്, അവർക്ക് വേണ്ടി പേപ്പർ ഉണ്ടാക്കി കൊടുത്തവരെ എല്ലാം തെറി വിളിച്ചിട്ട് ഈ പുള്ളിക്കാരി അങ്ങ് എന്താ പറയുക, എന്തോ ഒന്നാണെന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആൾക്കാരും എത്തി. വീട്ടമ്മമാരൊക്കെ എത്തിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടി എത്തിയിരുന്നല്ലോ, ഇവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ആ സപ്പോർട്ട് ചെയ്ത് പറയുന്ന വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിലൂടെ എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരിയുടെ ചാനൽ ഏതാണ്ട് താമസിക്കാതെ പോകുമെന്നുള്ള കാര്യമാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ പ്രിയങ്ക മുമ്പ് ഇവരെ കുറിച്ച് പറഞ്ഞ ആ കാര്യം ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യം പറയാം. ആവശ്യമായിട്ടുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്? സ്ത്രീകൾ എല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലവരും നല്ലവരുമുണ്ട്. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആരും മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ്. അവരവരെ വഴിക്ക് വിട്. പലർക്കും പല ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക എന്ന്. അവരുടെ വഴിക്ക് വിട്ടതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന പ്രിയങ്ക തന്നെ വന്നിട്ട് അവരെ വിമർശിക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഇവര് ഈ രേണുവിനിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ബാക്കിയൂടെ കാണും നിങ്ങൾ. ഈ പുള്ളിക്കാരി പറയുന്നതിന്റെ അന്ന് പറഞ്ഞതാ കേട്ടോ. അന്ന് ഈ പറയുന്ന രേണുവിനെ ചേർത്ത് പിടിച്ച് അവരുടെ പാട്ടിന് വിട് എന്ന് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ മാറ്റി പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ബാക്കിയൂടെ കേട്ടു നോക്കും. നമുക്കെന്താ ഇതിനഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്, അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്കും തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അത് അവർ ചെയ്തോട്ടെ. പലരും പലതും പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യട്ടെ. ഈ പറയുന്ന ആൾക്കാരെല്ലാം രേണു സുധിക്കും എല്ലാ മാസവും ഒരു 5 ലക്ഷം 2 ലക്ഷം വെച്ച് കൊടുക്കട്ടെ. പുള്ളിക്കാരി പറയുന്ന പ്രകാരം അന്ന് പറഞ്ഞത് എല്ലാവരും ഒരു കാര്യം ചെയ്യും, 5 ലക്ഷം 10 ലക്ഷം വെച്ച് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ വന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്കണം. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചാനലുകൾ പൂട്ടിക്കണം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതൊന്ന് കേട്ടു നോക്ക്. എന്തൊക്കെയാണോ തുണി അടിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു വീഴുക, ഇതല്ല വേണ്ടത്. എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ അല്ല. സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അത് മറ്റുള്ള ഇത് ഒരാളല്ല കാണുന്നത്. ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് ആത്മാർത്ഥമായിട്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചില്ല. നമ്മളുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതാവാം ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആവശ്യമില്ല. നല്ല അധ്വാനിച്ച് ജീവിച്ചൂടെ? ഞാനതാ പറയുള്ളൂ. എത്ര തൊഴിൽപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഫീൽഡിലുണ്ട് സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ അത് ജീവിച്ചൂടെ? എന്റെ നിലപാടാണ്. മറ്റുള്ളവരെ ഞാൻ എന്തായാലും അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ അതിന് എനിക്ക് പൈസ പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങനെയുള്ളവരുടെ ചാനൽ പൂട്ടിച്ച് കളയണമെന്നാണ് ഇവർ പറയുന്നത്. ഇവർ മുമ്പ് പറഞ്ഞത് അവരെങ്കിലും ജീവിച്ചോട്ടെന്നാണ്. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് മുമ്പ്. എന്താ പറയാ, അവരെങ്ങനെ ജീവിച്ചോട്ടെ, അവരവരുടെ പാട്ടിന് വിട്, അവരെന്തോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ്. പക്ഷെ ഇപ്പോൾ ഇവരുടെ ഈ പോക്ക് എങ്ങനെയാണെന്നുള്ളത് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടുന്ന ഈ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള വീഡിയോകൾ, അവരെന്താ പറയാ, അവരുടെ വട മാല അങ്ങനെയുള്ള കാല്, അത് കഴിഞ്ഞിട്ട് നിക്കർ മാറ്റി ഇപ്പം ചട്ടി, ആ ഒരു ലെവലിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിന്ന ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇങ്ങനെ മാറ്റി ചിന്തിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പ്രിയങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ശക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരുടെ ചാനൽ അടിച്ചു കളയണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് ഏതാണ്ട് മെറ്റ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെന്താണ് സോഷ്യൽ മീഡിയയിൽ കാട്ടുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ അങ്ങോട്ട് വിമർശിക്കുന്നത് എന്ന് പലരും വന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി കുറച്ച് വീഡിയോകൾ ഒന്ന് കാട്ടിത്തരാം. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പറയണം, എന്തിനാണ് ഇവരെ ഇങ്ങനെ നിങ്ങൾ വിമർശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കണ്ടു നോക്ക്.
ഈ യുവതലമുറകളെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി രേണുവിന് നല്ല കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കാലിന് വരെ ആരാധകരും കാലിനെ വരെ പൂജിക്കുകയും രേണുവിന്റെ കണ്ണ്, കാല്, അങ്ങനെ രേണുവിനെ മൊത്തത്തിൽ പൂജിക്കുന്ന ആൾക്കാരുണ്ടെന്ന് രേണു തന്നെ പറഞ്ഞു. അത് മാത്രമല്ല, രേണുവിന് വേണ്ടി അമ്പലം വരെ പണിയാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കണത്. എന്തായാലും ഇവരുടെ എന്ത് വീഡിയോയാണ് ഇങ്ങനെയുള്ളത് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സബ്സ്ക്രിപ്ഷനിലൂടെ ഇവർ കാണിക്കുന്ന സാധനവും ഇവർ നോർമലായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോഴുള്ളതും തമ്മിൽ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നേരത്തെ നോർമൽ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിക്കുകയും വട കാണിക്കുകയും മാല കാണിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഇപ്പോൾ വെറും എന്താ പറയുക, അതിൽ മാത്രമേ ഉള്ളൂ. അതായത് കാശ് കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ രംഗങ്ങൾ കാണിക്കുകയുള്ളൂ. എന്തായാലും കണ്ടു നോക്കാം. ഞാൻ ഭയങ്കര സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് കേട്ടോ, ടെൻഷൻ വരുമ്പോൾ ഇവള് ചോക്ലേറ്റ് അങ്ങനെ കടിച്ചു തിന്നുമെന്നാ പറയണേ. അപ്പൊ കടിച്ചു തിന്നുമ്പോൾ അവൾക്ക് നേരെ കടിച്ചു തിന്നാ പോരെ, അതിന് അവൾ കുനിയുന്നത് എന്തിനാണ്? അപ്പൊ അവിടെ മാല എല്ലാവരും കാണണം. അതുകൊണ്ട് തന്നെ അവൾ എന്താണ്, കടിച്ചുകൊണ്ട് കുനിയും. ഓക്കെ, അടുത്തത്. ഈ പറയുന്ന തോർത്ത് മാത്രം, അല്ലെങ്കിൽ എന്താ പറയാ, കുളിച്ചിട്ട് തല തോർത്തുന്നത് മാത്രം ആക്കരുത്. ഇനി കുളിയുടെ അതിൻ്റെ അകത്ത് കാണിക്കണം. നീ അത് കാണിക്കും, അതിന് നീ മടിക്കില്ല, അത് നീ കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുളിച്ചിട്ട് തോർത്തുന്നത് മാത്രം കാണിച്ചത് ഇപ്പോൾ അതൊരു തുടക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കൂടുതൽ അങ്ങോട്ട് തോർത്തേണ്ടി വരത്തില്ല, അതിനപ്പുറമേ നിന്റെ ചാനലിൽ പോക്കാം. പിന്നെ ഇവളുടെ കാലാണ് കാണിക്കുന്നത്. ഇവിടെ കാല് കണ്ടു നോക്കും. കണ്ട, കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവൾ അതിനകത്ത് കാണിക്കുന്നത്. അതായത് ഇവളുടെ മാല എല്ലാവരും കാണണം. എല്ലാവരും മാല കാണുമ്പോൾ ഇവക്ക് കാശ് നല്ലപോലെ കിട്ടും. മാലയ്ക്ക് പകരം വട. അത് മാത്രമല്ല, ഇവൾ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന നിക്കറാണെങ്കിൽ ഇപ്പോൾ ഇവള് ജട്ടിയിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവക്ക് വേണ്ടിയുള്ള ജട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ചെറുത്, ഈ ഖനമുള്ള ജട്ടിക്കാണ് അവൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. താമസിക്കാതെ ഇനി അതിട്ടുകൊണ്ട് നമുക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവള് ഒരു എന്താ പറയുക, ഭീമ ജുവലേഴ്സിന്റെ പണ്ടത്തെ ഒരു പരസ്യം ഉണ്ടല്ലോ, ആ പരസ്യം ഇവളൊന്ന് ചെയ്തിട്ടുണ്ട്. അതിലും ഇവള് എന്താ പറയുക, ഈ പരസ്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മാലയുടെ പരസ്യമാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് കണ്ടുപോയി. എന്തായാലും ഇത്രയും പരസ്യം ചെയ്ത് ജനങ്ങളെ ആകർഷിക്കുന്ന ഇവരുടെ ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അപ്പൊ ഈ പരസ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ 90 കിഡ്സിനൊക്കെ ഓർക്കാൻ പറ്റുന്ന പരസ്യങ്ങളൊക്കെ. അപ്പം ഇത് സ്വർണ്ണമൊന്നുമല്ല, ഇതൊക്കെ റെന്റൽ ഓർണമെന്റ്സാണ്. സോ എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ കമന്റ്. പിന്നെ നിനക്കെല്ലാം ചേരുന്നുണ്ടെന്നേ. നീ കാണിച്ചത് ഈ മാലയുടെ പരസ്യവും വളയുടെ പരസ്യവുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ? എന്നാ അങ്ങനെ അല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് മാലയുടെ പരസ്യമാണ്, വളയുടെ പരസ്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നേ. കാരണം എന്താ പറയുന്നത്, മാനമുള്ള ആളാണ്, നാണവും മാനവും ഉള്ള ഒരാളാണ് ഈ രേണു. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അയ്യോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുക പോലും വരുത്. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴേ ഇവള് ഈ കാല് കാണിച്ച് ഇവക്ക് കാലിന് വരെ ആരാധകരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് പലരും വന്നിട്ട് കോഴിക്കാല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിരുന്നു. ഈ കോഴിക്കാലെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ കാലിനെ കുറ്റം പറയുന്നവർക്ക് രേണു കൊടുത്ത ഒരു മറുപടി ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, എടാ ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ അത് അങ്ങനെ തന്നെ അല്ലേ എന്ന്. ഓക്കെ, അവള് പറയുന്ന ആ മറുപടി ഒന്ന് കേട്ടുപോയി. രേണു, ഈ ചെരുപ്പിനും കാലിനും ഉള്ള ആരാധകർ കൂടിക്കൂടി വരുവാണോ? അത് തീർച്ചയായിട്ടും കൂടിക്കൂടി വരുവാണ്. അതെ. അതെന്താ രേണുവിന്റെ കാലിന് ഇത്ര പ്രത്യേകത? കമന്റ് വരുന്ന കോഴിക്കാലെന്നൊക്കെയാ വരുന്നത്. കമന്റ് വരുന്നത് അവന്മാർക്ക് എന്റെ അത്ര കാല് കിട്ടാത്തതിന്റെ അസൂയാണ്, വിഷമമാണ്. ഇനി ആരെങ്കിലും കോഴിക്കാലെന്ന് പറഞ്ഞോണ്ടല്ലോ, നിനക്കൊക്കെ ആ കാല് കിട്ടാത്തതിന്റെ അസൂയക്ക് നീയൊക്കെ പറയുന്നതാ. ആഹാ, ഏനാ കോഴിക്കാല് പോലും രേണുവിന്റെ കാല് സൂപ്പറാ. അതുകൊണ്ടാണ് ഇത്ര ആരാധകര് എടുത്ത് പൂജിക്കുന്നുണ്ട് ആൾക്കാര്. പിന്നെ വാൾപേപ്പറിലൊക്കെ ഇട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അയ്യോ, എന്തുവാണെന്നറിയാമോ, ഓരോരുത്തരുടെ മൊബൈലിന്റെ ഫ്രണ്ടില് സ്ക്രീൻ സേവർ ആയിട്ട് വരെ വെച്ചിരിക്കുന്നത് ഈ പറയുന്ന രേണുവിന്റെ കാലാ. അന്നേരം നിങ്ങൾക്ക് കോഴിക്കാല്. നിങ്ങൾക്കൊന്നും അങ്ങനത്തെ കാല് കിട്ടാത്തതിന് അങ്ങോട്ട് കുറ്റം പറയുന്നോ? ഒരിക്കലും ഡോണ്ടു അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക്
നിങ്ങളെയൊക്കെ കൊള്ളാമല്ലോ. അപ്പൊ ഈ കമന്റ് ഇട്ട് കോഴിക്കാലെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടവരൊക്കെ ഇതുകൊണ്ടായിരുന്നില്ലയോ? രേണുവിന്റെ അത്രയും ഭംഗിയുള്ള കാല് നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കമന്റ് ഇട്ടത്. ഇനി അങ്ങനെ കമന്റ് ഇടരുതെന്നാ പുള്ളി പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരി പറയുന്നത് എന്റെ കൂട്ട് കാലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കോഴിക്കാലെന്ന് പറയുന്നെന്നാ. പറഞ്ഞേക്കാം, ഇനി അങ്ങനെ വിളിക്കല്ലേ കേട്ടോ. അയ്യോ, എന്നാലും ആ ഹതഭാഗ്യന്മാരാരാന്നറിയത്തില്ല, ഇവരുടെ കാലെടുത്ത് പൂജിക്കുന്ന രീതിയിലേക്ക് എന്താണല്ലേ. പിന്നെ ഇവള് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിള്ളേർ സെറ്റുകളൊക്കെ പോയി അപ്പന്മാരുടെ പൈസ എടുത്തുകൊണ്ട് പോയി ഇവിടെ ഈ പോക്കൃത്തരമൊക്കെ സബ് ചെയ്ത് കാണുന്നുണ്ട്. അത് എതിരെ ഇപ്പം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാതാപിതാക്കളൊക്കെ രംഗത്തെത്തുന്നുണ്ട്. കാരണം അവർ പോലും അറിയുന്നില്ല, ഇവളുമാരിങ്ങനെ കാണിക്കുമല്ലോ, കാണിച്ച് പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ട് പിള്ളേരത് കയറി പൈസ മുടക്കി അത് സബ് എടുത്ത് അങ്ങനെ അവരുടെ പൈസ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവളുമാർക്ക് എന്താ പറയുക, ഈ മെറ്റ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണ്. ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത് അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. ഇവളുമാരെന്ത് ചെയ്യാണ്, അതിനെ ദുർവിനിയോഗം ചെയ്തിട്ട് അവളുമാരുടെ പിന്നെ മാല, വട, തല അതൊക്കെ കാണിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം കുറെ പിള്ളേർ സെറ്റ് ഇത് എടുത്ത്, അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ള നമ്മുടെ ഈ നാട്ടിൽ ഇത് ഇവർ നല്ല പോലെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും തകൃതിയായിട്ട് നടക്കട്ടെ. രേണുവിന്റെ ചാനൽ അടിച്ചു പോവുക തന്നെ ചെയ്യും താമസിക്കാതെ. അപ്പൊ ഇവള് പിന്നെയും വരും അയ്യോ 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 എന്ന്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും